നല്ല തെറി. ഡാഡിക്ക് നല്ല സുഖമില്ല. 15 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു. അതിനുശേഷം 1.5 വർഷം ആശുപത്രിയിലായിരുന്നു. മെന്റൽ ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. നേഴ്സല്ല, ഡോക്ടർ. ഡോക്ടർ അല്ല മോനെ, സെക്യൂരിറ്റി ഓഫീസർ. ഓഫീസർ തന്നെയാണല്ലോ ഡോക്ടർ. ഏത് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു? അഹമ്മദാബാദ്, കാക്കനാട്. അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചാൽ അറിയാൻ കാര്യം. ഹലോ, അതെ, ആർട്ടിസ്റ്റ് ബെന്നിയാണ്. ബാംഗ്ലൂരിന്ന് ട്രങ്കോളോ കൊടുക്ക്. ബാംഗ്ലൂർ നിന്നാണേ. ആർട്ടിസ്റ്റാ, എപ്പോഴും ഫോൺ വരും, വലിയ ശല്യ. പെയിന്റിംഗ് ഫിനിഷ് ആയിട്ടില്ല. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ എങ്ങനെയാ? ഞാൻ വളരെ ബിസിയാണ്. തൽക്കാലം നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തുവിട്. ഓ, എക്സിബിഷന് പെയിന്റിങ്ങോ? പെയിന്റിംഗ് ഇല്ല, തൽക്കാലം കലണ്ടർ നോക്ക്. കോഡ്ലെസ് ഫോണാണ്. നിങ്ങളെ പിന്നെ വിളി. സോറി. വന്നോളൂ. കമിൻ. വേണ്ടളിയാ, ഇറ്റ്സ് ഓൾ റൈറ്റ്. നീഞ്ഞു വേടാ, ഇവിടെ ഒന്നുമില്ല. സാരില്ലളിയാ, ടേക്ക് യുവർ ഓൺ ടൈം. യു ഗെറ്റ് ഔട്ട്. ഹലോ. നീഞ്ഞു വന്നേ. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ. അതെ, പാവം. എന്തോന്നു? അല്ല, ബോധമില്ലാത്ത സ്ത്രീയെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഒന്നും നടന്നിട്ടില്ല ഇവിടെ. അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാൽ തന്നെ എന്തു ആളിയാ? നീ വിചാരിക്കുന്ന പോലെ ഞാനതിനെന്ത് വിചാരിച്ചു? അല്ല, 495 ഡയൽ ചെയ്ത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് മിസ്റ്റർ? ആരാ മോളെ? കുറെ പ്രാവശ്യമായി ഒരുത്തൻ റോങ് നമ്പർ ആണെന്നും പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് കൊണ്ട. ആരുടെ നാറി നീ? നിന്റെ നാവറിക്ക് പോയടാ പട്ടി. അഹമ്മദ് കുട്ടിയോ ഉണ്ടല്ലോ, കൊടുക്കാം. നിനക്ക് പഠിച്ചാൽ അമ്മായി ആയിരിക്കും. ബോംബെന്നാണ് അമ്മായി. അഹമ്മദ് കുട്ടി സ്പീക്കിംഗ്. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേരെ കെട്ടുവാൻ. നിന്റെ അച്ഛനെ കെട്ടോളി. ഞാനല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നായിരിക്കും. ഞാനിപ്പോ വരാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സാരില്ല, ഇനി ഒരിക്കലാവാ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സോറി. സഹോദരിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ നീ എന്റെ ഒരേ ഒരു അനിയത്തിയല്ലേ. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ അപ്പൂപ്പൻ താടി പോലെയാ. എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചാൽ അവിടെ ഇരിക്കും, പിന്നെ ഊതിക്കളയണം. കോമഡി, പാട്ട്, ചിത്രം വര, ഇതെല്ലാം പെൺകുട്ടികളുടെ വീക്ക്നെസ്സാണ്. അതറിയാവുന്ന ചെറുപ്പക്കാർ ഈ നമ്പറുകളെല്ലാം പ്രയോഗിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ. അല്ല, അങ്ങനെ പേടിക്കാനൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും വിനോദിനെ നീ ഒന്ന് സൂക്ഷിച്ചേക്ക്. നമ്മൾ അങ്ങനെ വീഴുന്ന ടൈപ്പ് അല്ല എന്ന് ആദ്യമേ അങ്ങ് തോന്നിപ്പിച്ചാൽ മതി. ഇത് അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാ വിട്ടു.